ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലിയാണ്. എന്താ കാരണം? ഇഹ്യാ ഉലൂമുദ്ദീൻ ആണ് കാരണം. ഇഹ്യാ ഉലൂമുദ്ദീൻ തസവ്വുഫിന്റെ ഗ്രന്ഥാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതിയതിനാൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കപ്പെട്ടു. ഗസാലി ഇമാം ഇഹ്യ എഴുതാൻ എന്താ കാരണം? അതിനൊരു കാരണം ഉണ്ടായി. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഏറ്റവും അറിയപ്പെടുന്ന ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ഇറാഖിലെ ഏറ്റവും അറിയപ്പെടുന്ന ബഗ്ദാദിലെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമുമാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും പറയണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തെക്കോട്ട് പോയാലൊക്കെ കേൾക്കും. അങ്ങനെ ഇമാമിന്റെ ഒപ്പം ഒരു ചീഫും കൂടി ഉണ്ടാവും. അങ്ങനെ പേരൊക്കെ മുഴുവൻ പറയും തെക്കോട്ട് പോയാല്. നമ്മളിവിടെ പേരൊക്കെ ചുരുക്കിയിട്ടാ പറയാം. ഇപ്പൊ ഫൈലി എന്ന് പറഞ്ഞാൽ മൗലവി ആലിം, മൗലവി ഫാദിൽ ഫൈലി എന്നാണ് അതിന്റെ മുഴുവൻ പേര്. നമ്മൾ ഫൈലിന്ന് ചുരുക്കി സാലിം ഫൈലി എന്നാ പറയാ. തെക്കോട്ട് പോയാൽ മുഴുവൻ കൂട്ടി പറയും. മൗലവി ഫാദിൽ അഹമ്മദ് സാലിം അൽ ഫൈലി അൽ അബ്ദുൽ ഖുദ്ദൂസ് എന്നൊക്കെ പറയും. അങ്ങനെ പേര് മുഴുവൻ പറയുന്നുള്ളതാണ്. അപ്പൊ അതിൽ പെട്ടതാണ് ഇറാഖിലെ ഏറ്റവും പ്രസിദ്ധമായിരുന്ന ബഗ്ദാദിലെ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. വെള്ളിയാഴ്ചയിൽ മഹാനവറുകളുടെ നസീഹത്ത് കേൾക്കാൻ, ഉപദേശം കേൾക്കാൻ, ഖുതുബ കേൾക്കാൻ വിദൂരമായ നാടുകളിൽ നിന്ന് ആളുകൾ വരൽ പതിവുണ്ടായിരുന്നു. പള്ളി നിറയെ ആളുണ്ടാവും. നല്ല പ്രസംഗാണ്, അടിപൊളി പ്രസംഗമാണ്. പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ആളുകൾ തമ്മിൽ പറയും, എന്തുണ്ടായിട്ടെന്താ കാര്യം, എന്താ പ്രശ്നം എന്നറിയോ? ഗസാലി ഇമാമിന്റെ ജ്യേഷ്ഠൻ നിസ്കരിക്കാൻ വരൂല, അതാ പ്രശ്നം. മനുഷ്യൻ അടങ്ങാൻ പിന്നെ ഒരിക്കലും പോകണം. ജ്യേഷ്ഠൻ നിസ്കരിക്കാൻ വരൂല. ഗസാലി ഇമാമിന്റെ പേര് അബൂ ഹാമിദുൽ ഗസാലി എന്നാണ്. ജ്യേഷ്ഠന്റെ പേര് മുഹമ്മദുൽ ഗസാലി എന്നാണ്. മുഹമ്മദുൽ ഗസാലി എന്നുണ്ട് പ്രസിദ്ധനായ ഒരു എഴുത്തുകാരുണ്ട്, അയാളല്ല കേട്ടോ. ഗസാലി ഇമാമിന്റെ ജ്യേഷ്ഠന്റെ പേര് മുഹമ്മദുൽ ഗസാലിയാണ്. മുഹമ്മദുൽ ഗസാലി നിസ്കരിക്കാൻ വരില്ല, അതാണ് പ്രശ്നം. അപ്പൊ വയലൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ ചെവി പറയും, എന്തുണ്ടായിട്ടെന്താ? നേരാക്കുകയാണെങ്കിൽ ആദ്യം നേരാക്കേണ്ടത് ജ്യേഷ്ഠനല്ലേ എന്ന് പറയും. ഇതിങ്ങനെ വല്ലാതെ കേട്ടപ്പോ മൂപ്പർക്ക് ടെൻഷനായി. അങ്ങനെ ഉമ്മാനോട് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇക്കാക്കാനോട് ഒന്ന് പള്ളിക്കൊക്കെ നിസ്കരിക്കാൻ വരാൻ പോരങ്ങള്, ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുഹമ്മദുൽ ഗസാലി വീട്ടിൽ വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ സഹോദരൻ ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളാണ്, ചാൻസലറാണ്, ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമാണ്. അനക്കൊന്ന് നിസ്കരിക്കാൻ പോയാ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. മുഹമ്മദുൽ ഗസാലി പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച പോയിക്കോളാറുണ്ട്. വെള്ളിയാഴ്ചയുള്ള പോകാന്നല്ല, അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച പോകാറ്. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച മുഹമ്മദുൽ ഗസാലി പള്ളിയിൽ നേരത്തെ വന്നു. ഗസാലി ഇമാമിന് റാഹത്തായി. ഖുതുബയൊക്കെ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങി. രണ്ടാമത്തെ റക്അത്തിലേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് തക്ബീറാണ് കെട്ടിയപ്പോ മൂപ്പര് അവ്വൽ സഫ്ന്ന് കൈയഴിച്ചിട്ട് മുന്നിൽ കൂടെ നടന്നാണ് പോയി. വന്നിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമില്ല, വന്നതിനാല് ആകെ അത്തഹിയ്യാത്തില് ഡാഷ് പോയ മാതിരിയായി. അങ്ങനെയല്ലോ, അങ്ങനെ പ്രശ്നമായി. അന്ന് ഖുതുബ കഴിഞ്ഞ് ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് ഗസാലി ഇമാം അവിടെ നിന്നില്ല. കാരണം മനുഷ്യന്മാര് കുത്തിക്കൊല്ലും. വേം പെരേക്ക് പോയി ഉമ്മാട് പറഞ്ഞു, വന്നിട്ടില്ലെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാല് ഞാൻ ആകെ അടങ്ങാറായി. എന്തേന്ന് ചോദിച്ചു. ഒന്നാമത്തെ റക്അത്തിൽ അവ്വൽ സഫിലുണ്ട്, ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ സഫിക്ക് എഴുന്നേറ്റോടുകൂടെ കൈയഴിച്ചിട്ടാണ് പോയി, ഞാൻ ആകെ അടങ്ങാറായി എന്ന് പറഞ്ഞു. വൈകുന്നേരം മുഹമ്മദുൽ ഗസാലി വന്നപ്പോ അമ്മ ചോദിച്ചു, മോനെ എന്ത് പണിയച്ച് കാട്ടിയത്, എന്തേന്ന് ചോദിച്ചു. രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റോടുകൂടെ കൈയഴിച്ചു പോയി എന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉമ്മ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കോളം പ്രശ്നമൊന്നുമില്ല, രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ ചോരയിലെ ആകങ്ങട്ട് പെനഞ്ഞു, അപ്പൊ ഞാൻ പോന്നു പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഒരു ഹാവുലായാണ്, മൂപ്പരൻ പോവുകയും ചെയ്തു.
അബൂ ഹാമിദുൽ ഗസാലി വന്നപ്പോ ഉമ്മ പറഞ്ഞു, ഓൻ പറഞ്ഞത് രണ്ടാമത്തെ റക്അത്ത് എഴുന്നേറ്റപ്പോ ചോരയിലാകെ കുളിച്ചപ്പോ ഞാൻ പോന്നു എന്നാണ് പറഞ്ഞത്, എന്തുണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ഹാമിദുൽ ഗസാലി പറഞ്ഞു, അത് ഇക്കാക്ക പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ സംഭവം എന്നറിയങ്ങള്, വജീസ് എന്ന ഫിഖ്ഹിന്റെ കിതാബ് രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസാലി ഇമാമ്. ഹൈദ് നിഫാസിന്റെ മസ്അലന്റെ അവിടെ എത്തിയപ്പോ പള്ളിക്കെന്ന് വാങ്ങിക്കൊടുത്തതാണ്. ജുമാക്ക് വാങ്ങിക്കൊടുത്തു. പേനയും കടലാസും അവിടെ വെച്ചിട്ട് മൂപ്പര് ജുമാക്ക് പോയി. ഖുതുബോദി ഒരു റക്അത്ത് കഴിഞ്ഞു. രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ ഇഞ്ഞി എഴുതാനുള്ള മസ്അല ഖൽബിക്കണ് വന്നപ്പോഴാണ് കയ്യയിച്ചാണ് പോയത്. ഇനി ഈ പോക്ക് പോയാൽ ശരിയായില്ല എന്ന് തീരുമാനിച്ചിട്ട് ജ്യേഷ്ഠ സഹോദരനായ മുഹമ്മദുൽ ഗസാലിയെ അന്വേഷിച്ചു പുറപ്പെട്ടു. അങ്ങനെ മുഹമ്മദുൽ ഗസാലിയെ കണ്ടിട്ട് പറഞ്ഞു, ഇന്നൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞു. നന്നാക്കൊക്കെ ചെയ്യാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട് എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആവശ്യത്തിനല്ല, അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാം സ്ഥാനം രാജിവെച്ചു. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനം രാജിവെച്ചു. ഇറാഖിന്റെ മലയോര പ്രദേശത്തുള്ള മസ്ജിദ് തൂസ് എന്ന പള്ളിയിൽ പോയി 3 വർഷം മഹാനവർകൾ ഉസ്ലത്തിൽ ഇരുന്നു, തനിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന തസൗഫിന്റെ കിതാബ്. സംസാരം നിയന്ത്രിക്കുക എന്നതാണ് തസൗഫിന്റെ അടിസ്ഥാനം. അതാണ് തസൗഫിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അത് ഗസാലി ഇമാമി എഴുതി വെച്ചു. മൻ സ്വമത നജാ ഖാല റസൂലുള്ളാഹി, മിണ്ടാതിരിക്കുന്നവന് രക്ഷപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാ പരാജയവും പരിശോധിച്ച് നോക്കി, വർത്താനക്കരയിന്റെ കാരണം. എല്ലാ പരാജയങ്ങളുടെയും കാരണം സംസാരമായിരിക്കും. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 കൊല്ലത്തെ സംസാരം രേഖയിലുണ്ട്. ഒരിക്കൽ പോലും മാപ്പ് പറയേണ്ട ഒരു വാക്ക്, തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് 63 കൊല്ലത്തിനിടയിൽ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്ത് കിട്ടിയതിന്റെ ശേഷമല്ല. ഒരു മനുഷ്യൻ സാധാരണയായി സംസാരം തുടങ്ങി 2.5 വയസ്സിലാണ്. 2.5 വയസ്സിൽ സംസാരം തുടങ്ങിയത് മുതൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ മാത്രമേ അള്ളാഹുവിന്റെ ഉലകത്തിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തസവൂഫ്. അത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെച്ചു 5-ാം നൂറ്റാണ്ടില്. അതിനു മുമ്പ് ഇമാമുൽ ഹറമൈനിയാണ് തസവൂഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇമാമുൽ ഹറമൈനിയുടെ സംസാരം ആലിമീങ്ങൾക്കിടയിൽ മാത്രമാണ്, സാധാരണക്കാരോടല്ല. ഇമാമുൽ ഹറമൈനി ആലിമീങ്ങളോട് മാത്രം ഇടപെട്ടത്. ഗസാലി ഇമാം അങ്ങനെയല്ല, സാധാരണക്കാരോടാ സംസാരിച്ചത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെച്ച തസവൂഫിന്റെ സന്ദേശങ്ങൾ പ്രയോഗവൽക്കരിച്ച ആളായിരുന്നു ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസത്തിൽ മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ജനിച്ചു. അതാണ് സംഗതി. പക്ഷേ തസവൂഫിന്റെ പ്രചാരം ലഭിക്കുന്നത് ഗൗസുൽ ആലമും 5-ാം നൂറ്റാണ്ടിലാണ്, ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു 5-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ തസവൂഫിന് പ്രചാരം ലഭിക്കുന്നത് 6, 7, 8 നൂറ്റാണ്ടുകളിലാണ്. കാരണം പൈസ ഉണ്ടായത് ആ കാലത്താണ്. മുഅ്മിനീങ്ങൾക്ക് സമ്പത്തുണ്ടായത് ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തസവൂഫിന്റെ പ്രചാരം ലോകവ്യാപകമായി ലഭിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലും തസവൂഫ് വന്നിട്ടുണ്ട്. ആ കാലത്ത് തന്നെ ഖാദിരിയത്ത് നമ്മുടെ നാട്ടിൽ വന്നു. കോഴിക്കോട് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായിട്ടാണ് ഖാദിരിയത്ത് വരുന്നത്.
കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവര് കോർമ ഇതൊക്കെയും നോക്കിയെടുത്തോവര്. റിഫായിയത്ത് വന്നു. റിഫായി സാദാത്യങ്ങൾ, റിഫായി സയ്യിദന്മാർ തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നക്ഷബന്ദിയത്ത് വന്നു, ശാദുലിയത്ത് വന്നു. എല്ലാ പ്രധാനപ്പെട്ട ത്വരീഖത്തിന്റെ സരണികളും നമ്മുടെ നാട്ടിൽ വന്നു. അതിനൊക്കെ ആളുകളുണ്ടായി, അതിന്റെ കൂടെ നിന്നു. പക്ഷെ അന്ന് അതിനെർത്തു. ഔസുല്ലാദമിനെ അക്കാലത്ത് എതിർത്തിട്ടുണ്ട്. മുഹ്യിദ്ദീൻ ഷേഖ് ജീവിച്ചിരുന്ന കാലത്ത് മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരില് ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സമസ്തക്കാരപ്പ മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഒപ്പം. ഷേഖ് റിഫായി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലത്ത് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിനെതിരെ ആരോപണം പറഞ്ഞിട്ടുണ്ട്. നമ്മളാരപ്പ സമസ്തക്കാര്? റിഫായി ഷേഖിന്റെ ഒപ്പം. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരുന്ന ആളല്ല എന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആളല്ല എന്നല്ലോ.